ഭഗവതിയുടെ അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ, ലക്ഷ്മി ഉപാസനമായി നിൽക്കുന്ന നാമജപാദികൾ, എന്തിനാ പറയണ നാരായണീയം പോലും അത് അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഐശ്വര്യത്തിന് ഏറ്റവും കേമായ നാമാണ്. 2 വാക്കേ ഉള്ളൂ, 108 ഒരു ഈസി ആയിട്ട് വയ്ക്കാം. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ തിരുമേനിയാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് നമുക്ക് അതിനെന്താണ് പരിഹാരം എന്നെല്ലാം തിരുമേനിയോട് ചോദിക്കാം. തിരുമേനി നമസ്കാരം. നമസ്കാരം. തിരുമേനി, ചില ആളുകള്, അതായത് ഒട്ടക്കായി എന്നൊക്കെ പറയും, അതായത് അവർക്ക് എവിടെന്നെങ്കിലും കുറച്ച് കാശ് കിട്ടുമ്പോഴത്തേക്കും അവർക്ക് അതിന്റെ ഇരട്ടിയായിട്ട് ചെലവുകളും ആ ഒപ്പം തന്നെ വരികയാണ്. അത് 1-2 തവണയല്ല, എന്ന് അവർക്ക് എവിടെന്നെങ്കിലും കുറച്ച് സമ്പാദ്യ പൈസ എന്തെങ്കിലും കിട്ടിയ തൊട്ട് പുറകെ വണ്ടി വിളിച്ച് ഈ പ്രശ്നം വരികയാണ്. അങ്ങനെ അവരുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഇത് കയ്യിലിരിപ്പും കൊണ്ടാണോ, അതോ അതെന്തെങ്കിലും ജാതകവശാലുള്ള പ്രശ്നമാണോ? കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം പറയാം. മേൽക്ക് മേൽ വർദ്ധിക്കും മഹദ്ധനം. ആചാര്യം പറയണത് മേൽക്ക് മേൽ വർദ്ധിക്കും മഹദ്ധനം. എടുത്തു പറയണ്ട, മഹദ്ധനം നല്ല പൈസയെ വർദ്ധിക്കുള്ളൂ. അതായത് ഒരു ശാപം കിട്ടിയത്, താപം കിട്ടിയത്, പറ്റിക്കുന്നത്, അങ്ങനെയുള്ള പൈസകളെല്ലാം അപ്പൊ അത് നിസാരം പറയാം. ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണ്, ആ ജോലിയിൽ പോലും സത്യസന്ധത പുലർത്താതെ ജോലി ചെയ്തിട്ട് മാസം ശമ്പളം മേടിച്ചാൽ അത് മഹദ്ധനല്ല. കൈക്കൂലി മേടിച്ചാലും മഹദ്ധനല്ല. എല്ലാരും അങ്ങനെയെന്നല്ല ഞാൻ പറയണേ. പൈസ നഷ്ടപ്പെടുന്നവർ അങ്ങനെയല്ല. കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞത്. ഈ മഹദ്ധനം ആരുടെയും കണ്ണീര് വീഴാത്ത പൈസ മാത്രമേ വർദ്ധിക്കുള്ളൂ. ബാക്കിയുള്ളത് താൽക്കാലിക പ്രതിഭാസം. താൽക്കാലികമായൊരു ഉയർച്ച ആർക്ക് തന്നാലും ഈ ശരിക്കും നമ്മളൊരു ലോങ് പീരീഡ് നോക്കുമ്പോൾ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ ഈ പറയണപോലെയാണ് ഈ മഹദ്ധനം. മേൽക്ക് മേൽ വർദ്ധിക്കും, ഉത്തരോത്തര അഭിവൃദ്ധി വർദ്ധിക്കും, നല്ല പൈസയെ വർദ്ധിക്കുള്ളൂ എന്നൊരു പ്രമാണമുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്ന പലരിലും ഉണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, ഞാൻ നേരായ രീതിയിലാണ് പൈസ സമ്പാദിച്ചത്, പക്ഷെ അതെന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി. ഉത്തരവുണ്ട്, അത് ഉത്തരം പറയാം. ഞാനിത് ആദ്യം ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മള് ഒരു കുടുംബത്തിനകത്ത് ഇപ്പൊ കുറേ നല്ല തക്കാളി വെച്ചു, ഒരു ചീഞ്ഞ തക്കാളി മതി അത് മൊത്തം ചീത്തയാകാൻ. ഒരു കാരണവശാൽ പോലും ഒരു അർഹതയല്ലാത്ത ധനം സൂക്ഷിക്കാതിരിക്കുക കുടുംബത്ത്. ധനം എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, ഒരു സാധനങ്ങളും ഒന്നും അർഹതയില്ലാത്ത ഒന്നും സൂക്ഷിക്കരുത്. അപ്പൊ നമുക്ക് നാശമാണ് ആദ്യം വരുന്നത്. അത് നമ്മുടെ ജീവിതചര്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് ലോകത്താരും ഈ മോശം പ്രവൃത്തിയോട് പണം സമ്പാദിക്കുന്നു എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. എല്ലാവരും നല്ല ആൾക്കാരെന്നുള്ള വിശ്വാസമാണ്. പക്ഷെ അത് പ്രമാണം അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ രണ്ടാമത്, ജാതകത്തില് 2ാം ഭാവം ധനസ്ഥാനം, നിധികോശധനായ എന്നൊക്കെ പറയണ, അല്ലെ വിത്തം നേത്രം കുടുംബം എന്നൊക്കെ പറയണ 2ാം ഭാവം. 2ാം ഭാവത്തിന് ബലയില്ല. 2ാം ഭാവം ധനരാശിക്ക് ബലയില്ല എങ്കിൽ അയാൾക്ക് സമ്പത്ത് നിലനിൽക്കില്ല. 2ാം ഭാവാധിപൻ മറഞ്ഞു നിൽക്കുന്ന രാശി, അവിടെയും ശുഭദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വ്യത്യാസം വരും. 2ാം ഭാവവുമായി ആസ്പദമാക്കിയാണ് ധനപരമായ ഉയർച്ചയും ധനപരമായ കാര്യങ്ങളും പറയുന്നത്. ജാതകത്തിൽ 2ാം ഭാവം എങ്ങനെയാണ്, 2ാം ഭാവാധിപൻ ആരാണ്, 2ാം ഭാവം ശുഭദൃഷ്ടിയുണ്ടോ, 2ാം ഭാവം നന്നാകാൻ എന്ത് ചെയ്യണം, ഈ 4 കാര്യം സ്വന്തം ജാതകം വെച്ച് നോക്കണം. ഇപ്പൊ 2ാം ഭാവാധിപൻ ഒരു ബുധനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബുധപ്രീതിക്ക് എന്ത് ചെയ്യണം, ആരെ പ്രീതിപ്പെടുത്തണം, വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം. ഇനി 2ാം ഭാവാധിപൻ ശനിയാണ്, ആ ശനിപ്രീതിക്ക് എന്ത് ചെയ്യണം. ഈ 2ാം ഭാവാധിപൻ മറഞ്ഞു നിൽക്കുവാണ്, ആ മറഞ്ഞു നിൽക്കുന്നത് അനുകൂലമാകാൻ എന്ത് ചെയ്യണം, അത് നമ്മൾ ജാതകം നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്ത പ്രശ്നം, ജാതകത്തിലെ 2ാം ഭാവം. പിന്നെ നമുക്ക് ഐശ്വര്യം, സമ്പത്ത്, ക്ഷേമം ഉണ്ടാകുന്ന എങ്ങനെയാ? ഈശ്വരോപാസനയിലൂടെയാണ്. ഈശ്വരന്റെ ഉപാസനയിലൂടെ മാത്രമാണ് ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടാവുക. അതോടൊപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടേ? നല്ല കാര്യം ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കുറെ ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ട് ഈശ്വരോപാസന നടത്തിയിട്ട് കാര്യമില്ല. ഇല്ല, അത് ഈശ്വരോപാസന എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തിയും കൂടെ കൂടിയതാണ്. അങ്ങയെ കാണുമ്പോൾ ഞാൻ അങ്ങേക്ക് സഹായം ചെല്ലുന്നതും ഈശ്വര പ്രവൃത്തിയാണ്.
വിശക്കുന്നവന് അന്നം മേടിച്ചു കൊടുക്കുന്നത് ഈശ്വര പ്രവൃത്തിയാണ്. നല്ല ഭാഷണം ചെയ്യുന്നത് ഈശ്വര പ്രവൃത്തിയാണ്. നല്ല ചിന്തകൾ ഈശ്വര പ്രവൃത്തിയാണ്. ഒരാളിലെ നല്ല കാഴ്ച, അയാൾ ഈ നല്ലത് മാത്രം കാണുന്ന ഈശ്വര പ്രവൃത്തിയാണ്. ഇതൊക്കെ ഈശ്വരാംശം തന്നെയാണ്. ഈശ്വര വിശ്വാസി വേറെ ഒന്നും ചെയ്യില്ല. ഈ പകുതി ഈശ്വര വിശ്വാസിയാണ് പകല് മുഴുവൻ ദുഷ്ടത്തിലും വൈകുന്നേരം മുഴുവൻ നാമജവും. അല്ല, അത് യഥാർത്ഥ ഈശ്വര വിശ്വാസിയല്ല. യഥാർത്ഥ ഈശ്വര വിശ്വാസി എപ്പോഴും അതേ രീതിയിൽ തന്നെ പെരുമാറും. അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മി ഇപ്പൊ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് സമ്പത്തിന് ഏറ്റവും കേമത്തായിട്ട് വരുന്നത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് സാമ്പത്തികപരമായി ഉന്നമനത്തിലെത്താൻ പറ്റുള്ളൂ. ലക്ഷ്മി അനുഗ്രഹിച്ച സ്ഥിതി നന്നാവുള്ളൂ. വിഷ്ണുവും ലക്ഷ്മി അനുഗ്രഹിച്ച സ്ഥിതി, ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം നന്നാവുള്ളൂ. വൈഷ്ണവ ഉപാസന ചെയ്യാം, വിഷ്ണു ഉപാസന ചെയ്യാം, ഭഗവതിയുടെ അഷ്ടലക്ഷ്മി സ്തോത്രങ്ങള്, ലക്ഷ്മി ഉപാസനയായി നിൽക്കുന്ന നാമജപാദികള്, എന്തിനാ പറയണം, നാരായണീയം പോലും അത് അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഏറ്റവും നല്ലത് നാരായണനാമം ജപിക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ഭഗവതി അവിടെ കൃപയുണ്ടാവും. അപ്പൊ ഭഗവാനും ഭഗവതിയും വന്ന ആർക്കാ സമ്പത്തുണ്ടാവത്തെ? അതായത് തോളിൽ മാറാപ്പ് കയറ്റിയവനെ കുബേരനാക്കണതും ഭഗവാനാണ്, കുബേരനെ കുചേലനാക്കണതും ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഈശ്വരനെ എത്ര നാമജപാദികൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കാവോ, എത്ര നേരം അദ്ദേഹത്തെ പ്രാർത്ഥിക്കാവോ, എത്രയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കാവോ, അദ്ദേഹത്തിന്റെ ആശ്രിത വത്സലത്ത് അദ്ദേഹത്തിന്റെ ലേക്ക് ലയിക്കാൻ പറ്റുമോ, അതനുസരിച്ച് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഇത്തരം ഈ ഞാൻ പറയുന്നതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാര്, കൈകളിൽ പൈസ നിൽക്കുന്നില്ല എന്നുള്ള ആൾക്കാര് ഇത്തരം പൂജകളിലൂടെയും ഇത്തരം പ്രാർത്ഥനകളിലൂടെയും ഇവരുടെ ഈ ആ സ്ഥിതി മാറും എന്നാണ് അതിന് വേണ്ടി പറയുന്നത്. സംശയമൊന്നുമില്ല. കനകധാര, അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ, അങ്ങനെയുള്ള നാമജപാദികൾ ഭഗവതി സങ്കല്പത്തിൽ ജപിക്കുക. വൈഷ്ണവ ഉപാസന, വൈഷ്ണവ നാമജപാദികൾ ചെയ്യുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മനസ്സിലാവുന്ന ഭഗവാനെ സൗഭാഗ്യങ്ങൾ തരണമെങ്കിൽ ആ വൈഷ്ണവ സങ്കല്പത്തിലുള്ള നാമജപാദികളും പ്രാർത്ഥനകളും കൂടുതൽ കഴിക്കുക. ലക്ഷ്മി സമേതനായി നിൽക്കുന്ന കൃഷ്ണനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ദർശനം നടത്തുക. നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇടയ്ക്ക് ഈ പൈസ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരല്പം പൈസ ദാനത്തിന് ചെലവഴിക്കുക. അപ്പോഴല്ലേ അവരുടെ പ്രാർത്ഥനകളെ കിട്ടണേ. ഒരു ദിവസം കൊണ്ടുള്ള ഉയർച്ചയല്ല, ഒരുപാട് ദിവസം കൊണ്ടാണല്ലോ ഉയർച്ചയിലേക്ക് എത്തുന്നത്. പിന്നെ അത് തന്നെയാണ് ഭഗവതി ഉപാസനയ്ക്ക് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞ ഈ കിട്ടുന്ന പൈസ ഉപയോഗിക്കുന്നത് ഓരോ നാണയവും ഇത് ലക്ഷ്മിയാണ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ ചെലവഴിക്കുന്ന ഒരാൾ മാത്രമേ ഉയരുമുള്ളൂ. ഈ കിട്ടുന്ന പൈസ ഗൂഗിൾ പേ കിട്ടിയിട്ട് കാണുന്നിടത്ത് മുഴുവൻ സ്കാൻ ചെയ്ത് ഇതിനൊരു വിലയില്ലാതെ ജീവിക്കുന്നവന് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരൊറ്റ നാണയത്തൊട്ട്, അത് 10 പൈസ ആയിക്കോട്ടെ, ആ 10 പൈസ പോലും ആ നമുക്ക് എല്ലാ ഐശ്വര്യത്തെയും എല്ലാ നന്മയെയും ശ്രേഷ്ഠമായ ജീവിതത്തെ സമ്പാദിപ്പിക്കാൻ നൽകുന്ന ലക്ഷ്മിയാണ് എൻ്റെ കയ്യിലിരിക്കണേ. നാണയത്തൊട്ട്, അങ്ങനെ ഓരോ നാണയത്തൊട്ടും ലക്ഷ്മിയാണെന്ന രീതിയിലും ആ ലക്ഷ്മിയെ ഞാൻ കളയില്ല എന്നൊരു സങ്കല്പത്തിൽ അതിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയും കൂടെ നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്. നാമജപം വേണം, ആ ലക്ഷ്മിയെ കരുതൽ വേണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള ഇത് വേണം. ഒപ്പം തന്നെ അനർഹമായ ഒന്നും കയ്യിലില്ലാതിരിക്കുക. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഒരാളുടെ സാമ്പത്തിക ഉയർച്ച. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ തിരുമേനി ഇപ്പൊ പറഞ്ഞു. മന്ത്രങ്ങള്, കനകധാര സ്തോത്രം, അതുപോലെ വളരെ ലളിതമായി നമുക്ക് ജപിക്കാവുന്ന ഏതെങ്കിലും ഒരു മന്ത്രം. ശ്രീലക്ഷ്മി ഓർത്ത് ശ്രീം നമ ജപിച്ചാൽ മതി. ശ്രീം നമ, ശ്രീം ശായര ശ്രീം നമ. ശ്രീം നമ, ശ്രീ നമ, ശ്രീ നമ എന്നുള്ളത് ശ്രീ ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ്. ലക്ഷ്മി ദേവിയെ ജപിക്കാൻ പറ്റുന്ന നല്ലതാണ്. ഐശ്വര്യത്തിന് ഏറ്റവും കേമായ നാമാണ്. 2 വാക്കേ ഉള്ളൂ. 108 ഈസി ആയിട്ട് ജപിക്കാം. നമ്മുടെ സ്വർണത്തിലേക്ക് ഇരിക്കണ താമരമുട്ടിരിക്കണ ലക്ഷ്മിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ശ്രീ നമ, ശ്രീ നമ, ശ്രീ നമ എന്ന് 108 ചോദിച്ചോളൂ. ലക്ഷ്മിയുടെ കടാക്ഷം നന്നായിട്ടുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, നല്ലതാണ്. ആദ്യം പറഞ്ഞ പോലെ കനകധാര ജപിക്കാം. കനകധാര എന്ന് പറയുന്നത് സമ്പത്തുണ്ടാവാൻ അതിഗംഭീരാണ്. അഷ്ടലക്ഷ്മി സ്തോത്രം നല്ലതാണ്, എല്ലാ ഐശ്വര്യത്തെ നൽകുന്ന. അങ്ങനെ ലക്ഷ്മി ഉപാസനകൾ നന്നായി ചെയ്യുക. ഈ പെട്ടെന്ന് ജപിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വരെ ജപിക്കാവുന്ന ശ്രീനമ, അത് സർവ്വ ഐശ്വര്യത്തിനല്ല, സ്വത്തിന് മാത്രമല്ല, സമ്പത്തിന് മാത്രമല്ല, സ്വർണത്തിന് മാത്രമല്ല,
ഐശ്വര്യം ഐശ്വര്യം- എന്താണോ അതിനൊക്കെ ജപിക്കാം. ഏതാണോ നമുക്ക് ഐശ്വര്യം അത് ജപിക്കാം. അപ്പൊ എന്തായാലും നിരവധി കാര്യങ്ങൾ സാമ്പത്തികാഭിവൃദ്ധിക്ക് വേണ്ടി തിരുമേനി പറഞ്ഞു തന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.